തമ്പുരാട്ടി, ഈ മുറജപക്കാലത്ത് 56 ദിവസം ഉണ്ടല്ലോ നമ്പൂതിരിമാർ അക്കാലത്ത് തിരുവനന്തപുരത്ത്. അപ്പം അവരുടെ ചികിത്സ ആർക്കും എപ്പോൾ വേണമെങ്കിലും അസുഖം വരാം. അപ്പം അങ്ങനെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു സംവിധാനം എങ്ങനെയായിരുന്നു? കേരളത്തിലെ നമ്പൂതിരിമാരുടെ ഇല്ലങ്ങളിൽ നിന്നൊക്കെ പ്രാതിനിധ്യം മുറജപ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ദിവസം താമസിക്കുമ്പോൾ ചിലപ്പോൾ ഓരോ അസുഖങ്ങൾ വരാം. അപ്പോൾ ആ സമയത്ത് മുറജപത്തിന് ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥാനം, വൈദ്യൻ, ഒരു ഫിസിഷ്യൻ, മുറജപത്തിൻ്റെ വൈദ്യൻ എന്നുള്ള സ്ഥാനം ചീരട്ടമൺ മൂസിന്, അഷ്ടവൈദ്യന്മാരിൽ ഉള്ള ചീരട്ടമൺ മൂസ് ആണ് ഈ സ്ഥാനം കൈവരിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചികിത്സയാണ് എന്തെങ്കിലും ആവശ്യം വരുമ്പോഴൊക്കെ അദ്ദേഹം അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഒരിക്കൽ ഉത്രം തിരുനാൾ തിരുമനസ് യുവരാജാവ് സ്വാതിരുനാൾ മഹാരാജ തിരുമനസിൻ്റെ കാലത്താണ്, തിരുമനസ് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരിക്കൽ കുറച്ച് നമ്പൂതിരിമാർക്ക് ചില കരച്ചിലായിട്ട് ചില ഉദരരോഗം അങ്ങനെയൊക്കെ എന്തൊക്കെയോ വന്നു. അപ്പോൾ ഉത്രം തിരുനാൾ തിരുമനസ് യുവരാജാവാണ്. തിരുമനസിന് ആയുർവേദത്തിനോടുകൂടി വളരെ ഒരുപാട് ബഹുമാനവും വിശ്വാസവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും തിരുമനസിന് ഇംഗ്ലീഷ് ചികിത്സ, സായിപ്പിൻ്റെ ആംഗലേയ ചികിത്സയിൽ ഒരു കമ്പമുണ്ടായിരുന്നു. അപ്പോൾ കൊട്ടാരത്തിനകത്ത് തന്നെ ഒരു ഡിസ്പെൻസറി ഉണ്ടാക്കി അതിൽ പലമാതിരി കുപ്പികളും ഡെപ്പികളും ഒക്കെ വെച്ച് പൊടികളും മിക്സ്ചറുകൾ, ടിഞ്ചറുകൾ ഇതെല്ലാം അവിടെ തന്നെ ഉണ്ടാക്കി ഒക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെ പഠിപ്പിക്കാനായിട്ട് ഡോക്ടർ ബ്രൗൺ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷുകാരൻ ആണ് ഇദ്ദേഹത്തിൻ്റെ ഗൈഡ്. ഇതിൽ ഇംഗ്ലീഷ് മെഡിസിൻ പത്മനാഭ മേനോൻ പുസ്തകം എഴുതിയിട്ടുണ്ട്. തിരുവിതാംകൂർ ചരിത്രത്തെ പറ്റിയുള്ള വലിയ പ്രസിദ്ധമായ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവ് പത്മനാഭ മേനോൻ അസിസ്റ്റൻ്റായിരുന്നു ആ സമയത്ത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി ആ സമയത്താണ് തിരുമനസിന് ഇത് മുറജപവുമായിട്ട് ഒരു ചെറിയ ബന്ധമാണ്, കുറച്ചൊരു ഡൈഗ്രഷനുമുണ്ട്. തിരുമനസിന് എല്ലിൻ്റെ ഇത് പഠിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു, ദേഹത്തിലെ എല്ലുകളെ പറ്റി. അപ്പോൾ അതിനു വേണ്ടി ഒരു അസ്ഥിപഞ്ജരം വേണം. ഒരു അസ്ഥിപഞ്ജരത്തിനെ കൊട്ടാരത്തിനകത്ത് കൊണ്ടുവരുന്നത് അചിന്ത്യം. അതുപോലെ ഒരു അസ്ഥിപഞ്ജരത്തിനെ തൊടുക എന്ന് പറയുന്നത് അതിനേക്കാളും അചിന്ത്യം. ഇത് തൊടുകയാണെങ്കിൽ കൊണ്ട് പഞ്ചപുണ്യമാണ്. അപ്പോൾ ഇറ്റ് ഇസ് ഇമ്പോസിബിൾ. അതുകൊണ്ട് ഒരു ആൾ രൂപത്തിൽ ഒരു അസ്ഥിപഞ്ജരം ദന്തത്തിലുണ്ടാക്കി അതിലാണ് ഇത് പഠിക്കുന്നത്. ആ അസ്ഥിപഞ്ജരം, ആ ദന്തത്തിലുള്ള ആ സ്കെലിട്ടൺ ഇപ്പോൾ തിരുവനന്തപുരത്ത് കാഴ്ചബംഗ്ലാവ് കോംപ്ലക്സിൽ ഒരു നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയമുണ്ട്. ആ മ്യൂസിയത്തിൽ ഒരു കണ്ണാടി കൂടിൻ്റെ അകത്ത് ഉണ്ട്. നമ്മുടെ കയ്യിലായിരുന്നു, അത് അങ്ങോട്ട് കൊടുത്തു, അത് അവിടെ ഉണ്ട്. അത് ഉത്തരം നിന്ന ആൾക്ക് പഠിക്കാനായിട്ട്, സ്കെലിറ്റൽ സിസ്റ്റം പഠിക്കാനായിട്ട് ഉണ്ടാക്കിയതാണ് അത്. അപ്പോൾ ഏതായാലും തിരുമനസ് ഇങ്ങനെ കൊച്ചു ഇഞ്ചക്ഷൻ കൊടുക്കാനായിട്ട് പഠിച്ചു. അപ്പോൾ അങ്ങനെ ഇന്നപ്പോൾ ഈ കുറച്ച് നമ്പൂതിരിമാർക്ക്, കുറച്ച് പേർക്ക് നല്ലോണം കുറച്ച് കൂടുതലായിട്ടുള്ള അസുഖം വന്നപ്പോൾ ആയുർവേദത്തിനെ ഒട്ടും മോശമാക്കി പറയുകയല്ല, പക്ഷേ ആയുർവേദത്തിൻ്റെ ചികിത്സയിൽ ചിലപ്പോൾ ശകലം കൂടെ സമയം എടുക്കുമോ എന്നുള്ള പേടിയിൽ ഇംഗ്ലീഷ് മെഡിസിൻ കുറച്ചുകൂടെ പെട്ടെന്ന് ഫാസ്റ്റ് ആക്ടിങ് ആണല്ലോ. അതുകൊണ്ട് മാത്രം തിരുമനസ് പറഞ്ഞു, ഈ നമ്പൂതിരിമാരൊക്കെ പറഞ്ഞു ഒരു ഇഞ്ചക്ഷൻ, ഒരു തൂശി കൊടുക്കാം എന്ന്. അപ്പോൾ അവർക്കത് ഒട്ടും സമ്മതമല്ല, സ്വീകാര്യമല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ രണ്ട് കാര്യം. ഒന്നത് ഹൂണ മെഡിസിൻ, അതെന്തോന്നാണെന്ന് അറിയാൻ വയ്യ, ഒന്ന്. പിന്നെ രണ്ടാമത് ഇങ്ങനെയൊക്കെ അവർ ബാക്കിയുള്ളവർ വന്ന് അവരെ കുത്തിവെക്കുക എന്ന് വെച്ചാൽ മൂസ് കുത്തിവെക്കില്ല. അതുകൊണ്ട് അവർ സ്വീകാര്യമേ അല്ല. അപ്പോൾ ഒരു കോംപ്രമൈസ് അനുസരിച്ച് തിരുമനസ് ചോദിച്ചു നോക്കി, നിർബന്ധിക്കാനൊക്കുമല്ലോ. ശരി, ആ ഇഞ്ചക്ഷൻ, ആ തൂശി കുത്തുന്നത് ഞാൻ തരാം, ഞാൻ തന്നെ കുത്താം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സമ്മതിക്കുമോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കൊരു ചെറിയൊരു ചിന്താക്കുഴപ്പം. തിരുമനസ് ചോദിക്കുമ്പോൾ ഒക്കില്ല എന്നെങ്ങനെയാണ് പറയുന്നത്, അതും തിരുമനസ് തന്നെ ചെയ്യാമെന്ന് പറയുന്നു. പിന്നെ മനസ്സില്ലാ മനസ്സോടെ അവർ സമ്മതിച്ചു. അങ്ങനെ തിരുമനസ് തന്നെയാണ് അവർക്ക് ഈ മുറജപ സമയത്ത് ഇവർക്ക് ഇഞ്ചക്ഷൻ കൊടുത്തത്. വളരെ പെട്ടെന്ന് ഭേദമായി എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അതിൽ ഞാൻ പിന്നെയും പറയുന്നത് ചീരട്ടമൺ മൂസിൻ്റെ ചികിത്സയ്ക്കോ അദ്ദേഹത്തിൻ്റെ അറിവിനോ അദ്ദേഹത്തിൻ്റെ കഴിവിനോ ഇതൊരു ഒരിക്കലും ഒരു ഷാരോ അല്ല. അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഒരു എളുപ്പത്തിലുണ്ട്, കുറച്ചുകൂടെ പെട്ടെന്ന് ശരിയാവണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇംഗ്ലീഷ് മരുന്നിലേക്ക് പോയത്.